ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക. പിന്നെ ഗായ്സ്, ഞാൻ മിനിഞ്ഞാന്നൊരു ലൈവ് ഇട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഒരു 3 മണിയാകുമ്പോൾ ഒരു ലൈവ് ഇട്ടു. അപ്പോൾ ആ ലൈവ് ഇട്ട് അങ്ങനെ ഒരു 3:30-4 മണിൻ്റെ ഉള്ളിൽ ആ ലൈവ് അവസാനിച്ചു. ഞാൻ അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ലൈവ് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ലൈവ് ഓട്ടോമാറ്റിക്കലി ചാനലിൽ അപ്ലോഡായി ഞാനൊരു 6 മണി വീട്ടിലെത്തി വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ആ ലൈവ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറേ കമൻറ്റ് വന്ന് നടക്കും. ഗൈസ്, സിനാന് പേടിയാണ്, സിനാൻ പേടിച്ചോടിയതാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്. ഞാൻ വിചാരിച്ചു എന്താണ് സംഭവം. ഞാൻ കുറേ ആലോചിച്ചു എന്താ സംഭവം എന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വേറെയും കുറേ കമൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ നീ അറിഞ്ഞില്ല, ഷെരീഫിൻ്റെ വീട്ടിൽ പൊരിഞ്ഞടി, ഷെരീഫിനെ കുറേ തെറി വിളിച്ചു, മറ്റാൾ അവിടെ എത്തിയിട്ടുണ്ട്, യൂട്യൂബർ അവിടെ എത്തിയിട്ടുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്ന് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്ത് സംഭവം. ഷെരീഫിൻ്റെ ചാനലെടുത്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല. അത് യൂട്യൂബറുടെ ചാനലെടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മോനെ ജാതി തെറി. പിന്നെ ആ തെറി ഞാൻ വീണ്ടും എൻ്റെ ചാനലിൽ തന്നെ വന്ന് ആ ലൈവിൻ്റെ അടിയിൽ വീണ്ടും കമൻറ്റുകൾ വായിക്കാൻ തുടങ്ങി. കമൻറ്റ് വായിച്ചപ്പോൾ ഫുൾ നെഗറ്റീവ് കമൻറ്റ്. സിനാൻ പേടിച്ചോടി, സിനാൻ അങ്ങനെയാണ്, സിനാൻ ഒരു ധൈര്യമില്ല, സിനാൻ ചെറുതാണ്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്, അങ്ങനെ കുറേ കമൻറ്റ്. ഞാൻ എന്തിന് പേടിക്കണം? ഞാൻ ആ വീഡിയോ എടുക്കണില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ ആ ചാപ്റ്റർ എടുക്കണില്ല. നിങ്ങളടുത്തൊക്കെ ഞാൻ ചടച്ച് ആ ഒരു ചാപ്റ്റർ ഇട്ടിട്ട് ചടച്ച്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടുന്നില്ല, ഇനി ആ ചാപ്റ്റർ ഞാൻ എടുക്കുന്നില്ല പറഞ്ഞിട്ട് ആ വീഡിയോ നിർത്തിയത്. പക്ഷേ ഈ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബറിനെ എനിക്ക് പേടിയാണെന്ന്. എനിക്കെന്തിനു പേടി? അവളാരും എൻ്റെ വാപ്പേ അല്ലല്ലോ, എൻ്റെ ഉമ്മയല്ല. പിന്നെ എന്തിനും ഞാൻ അവളെ പേടിക്കേണ്ട ആവശ്യം? എനിക്ക് പേടിക്കാൻ എൻ്റെ ഉമ്മയും വാപ്പയും പടച്ചവനും പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവനെ ബഹുമാനിക്കുന്ന എൻ്റെ വാപ്പയും എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കതറിയാം. അല്ലാണ്ട് ഈ യൂട്യൂബറിനെ പേടിക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് അവളെ പേടിയില്ല, അത് വേറെ കാര്യം. സിനാന് പേടിയാണ്, സിനാൻ അത് ചെയ്തില്ല, സിനാൻ ഇത് ചെയ്തില്ല, നീ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ജാതികൾ. അത് എനിക്ക് ഒരു പേടിയില്ല കേട്ടോ അവളെ. അത് ഇപ്പം തന്നെ ഞാൻ പറയാം. ഞാൻ എനിക്ക് അവളെ പേടിക്കണം. അങ്ങനെ കുറേ കമൻറ്റ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഷെരീഫിൻ്റെ ചാനൽ കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ ഷെരീഫ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കുറേ നേരം കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ പിടികിട്ടി. പിന്നെ അത് കഴിഞ്ഞ് അതിൽ ചെറിയൊരു കട്ടുണ്ട്. മറ്റേ യൂട്യൂബർ അവിടെ കയറി പൊരിഞ്ഞ തെറി പറഞ്ഞു നടക്കുമ്പോൾ ഷെരീഫിനെ നിലവിട്ടപ്പോൾ ഷെരീഫ് തല്ലാൻ വാങ്ങി. മറ്റാൾ കുട്ടിനെയും കൊണ്ടാണ് മറ്റാൾ അവിടെ ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ടാന്ന്. ഷെരീഫിൻ്റെ വീട്ടിൽ പോയി അടി കിട്ടാനായി എന്നുള്ള ഒരു ലെവലെത്തിയപ്പോൾ കുട്ടിയും വേണ്ട ചട്ടിയും വേണ്ട പറഞ്ഞിട്ട് യൂട്യൂബർ ഒരൊറ്റ ഓട്ടം. അന്ന് ഓടിയ ഓട്ടത്തിൻ്റെ അതേ ഓട്ടം അവിടെ നിന്ന് ഒരു ഓട്ടം ഓടി. ആ ഓട്ടം ഞാൻ കണ്ട് ജാതി ഓട്ടം ഓടിയിട്ടുണ്ട്. എനിക്ക് ആ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇതേപോലെയല്ലേ ഇവിടെ നിന്ന് ഓടിയത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയായി. ഉഷാറേ. പക്ഷെ അടി കിട്ടിയില്ല, അതാണ് എനിക്ക് സങ്കടമായത്. ശരിക്കാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വന്തം ഉമ്മാനെ പറഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നു. ഭാര്യനെയും ഉമ്മാനെ നിങ്ങളുടെ ചെറിയ കുട്ടികളെ അവരിനെ അടക്കം പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അത് എന്നിട്ട് എന്തെങ്കിലും കേസായാലും ഇങ്ങനെ പറഞ്ഞ് തല്ലിയതാണെന്ന് പറയാം. അതൊരിതുണ്ട്. ഇത്രയും ആൾക്കാർ കാണുന്നവരാണ്. നിങ്ങളൊന്നും പറയാണ്ടും പ്രവർത്തിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ മോശമാണ്. നിങ്ങളെന്തായാലും ഇത് നല്ല പോലെ തന്നെ 8ൻ്റെ പണി കൊടുക്കണം. പണി കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോശമാണ്. എന്തായാലും നല്ലൊരു പണി തന്നെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു പൂട്ടണം. പക്ഷെ ഇവിടെ നിന്ന് പൂട്ടാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. ഇവിടെ നിന്ന് പൂട്ടാൻ പറ്റാത്ത എന്താ വെച്ചാൽ സ്റ്റേഷനിൽ ഓൾറെഡി ഉള്ള പേരിൽ കുറേ കേസായി. മഹല്ല് കമ്മിറ്റി പിന്നെ കുറേ വീഡിയോ ഉണ്ട്. മഹല്ല് കമ്മിറ്റി എന്താ ഇടപെടുന്നില്ല, പഞ്ചായത്ത് എന്താ ഇടപെടുന്നില്ല. അവൾ ഈ മഹല്ലത്തിലുള്ളതല്ല, അതാണ് ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഇടപെടാത്തട്ടോ. ഈ മഹല്ലത്തിലില്ലാത്തിട്ട് ഇടപെട്ടൊരു കാര്യമില്ല. ഇവിടെ ഇരിക്കണമെന്നുള്ളൂ, പക്ഷെ ഇവിടെ ഈ മഹല്ലത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മഹല്ല് കമ്മിറ്റി ഇടപെടാണ്ടിരുന്നത്. പിന്നെ നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ വീടെത്തും ക്യാമറയും പൊക്കി പിടിച്ച്. ഇപ്പോൾ ഷെരീഫ് ഖാൻ്റെ വീടെത്തിയില്ല, അതേപോലെ ക്യാമറയും പൊക്കി പിടിച്ചിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തും. അതുകൊണ്ടാണ് ഇവിടെ ആരും ഇടപെടാണ്ടിരുന്നത്. പിന്നെ നമ്മളൊക്കെ സൈ ഇട്ടിട്ട് ഇടപെട്ടതാണ്. എൻ്റെ വീട്ടിലേക്ക് ഇതേപോലെ ക്യാമറ പൊക്കി വന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അത്ര കാലം ഞാൻ ഇടപെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ക്യാമറയും പൊക്കി പിടിച്ച് വന്നപ്പോൾ ഞാൻ ഇടപെട്ട്. എനിക്ക് ഇടപെട്ടേ പറ്റൂ. എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് അതെനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഈ ചാപ്റ്റർ ഞാൻ എടുക്കണില്ല വിചാരിച്ചാണ്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. പറയാണ്ടിരിക്കുമ്പോൾ രാത്രി കിടന്ന് ഉറക്കം വരില്ല ഗൈസ്. രാത്രി കിടക്കുമ്പോൾ ആലോചിക്കുക, എനിക്ക് പേടി, യൂട്യൂബറിനെ എനിക്ക് പേടിയാണ്. എന്തിന് ഞാൻ അവളെ പേടിക്കണം ഗൈസ്? നിങ്ങൾ പറയണം, എന്തിന് ഞാൻ അവളെ പേടിക്കണം? എനിക്കിതൊക്കെ കണ്ടപ്പോഴേ ഞാൻ എന്നിട്ട് ചെക്കന്മാർക്ക് കാണിച്ചു കൊടുത്തു.
ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടോ എനിക്ക് അവളെ പേടിയാണ് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, ഞാൻ ചെറുതാണ്, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ. അപ്പോൾ ചെക്കന്മാർ പറഞ്ഞു നീ ഒരു വീഡിയോ കൊണ്ട് ചെയ്തോ, നീ ധൈര്യത്തോടെ ഒരു വീഡിയോ കൊണ്ട് ചെയ്യുമോ. അപ്പം എന്നാൽ ശരി അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് എടുക്കാമെന്നാണ് വിചാരിച്ചു. അതുകൊണ്ട് എടുക്കാൻ വേണ്ടി വന്ന ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2 ദിവസമായി ഓൺവേഴ്സിൽ ലോങ് വീഡിയോ ഇട്ടാനുള്ള ഗ്യാപ്പ് ഇട്ടില്ല, വർക്ക് തീർക്കേണ്ട തിരക്കിലായിരുന്നു. വർക്ക് തീർത്ത് അവിടുത്തെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ നേരത്തെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇടാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. കമൻറ്റ് അറിയിക്കുക. പേടിയാണ് കേട്ടോ, പക്ഷെ എനിക്ക് അങ്ങനെ കമൻറ്റിലേ വന്നിട്ടുള്ളത് യൂട്യൂബറിനെ എനിക്ക് പേടിയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നല്ലൊരു വീഡിയോ ആയിട്ട് മുന്നോട്ടുണ്ടാവും.